ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മത്സരത്തിന്റെ മുഴുവൻ സമയവും കളിക്കാൻ ആവശ്യമായ ഫിറ്റ്നസ് നെയ്മർ ജൂനിയർ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസമായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. പക്ഷെ നോർവേക്കെതിരെയുള്ള മത്സരത്തിന്റെ മുഴുവൻ സമയവും നെയ്മർ ജൂനിയറെ കളിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല. രണ്ടാം പകുതിയിലാണ് നെയ്മർ കളിക്കളത്തിലേക്ക് വന്നത്. ഒരുപക്ഷെ ഈ മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്തിരുന്നുവെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറി മറിഞ്ഞേനെ. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്രസീലിന് ഒരു പെനാൽറ്റി ലഭിച്ചു. ബ്രൂണോ ഗിമറസ് അത് പാഴാക്കി. നെയ്മർ ജൂനിയർ ആ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നെയ്മർ ആയിരിക്കും ആ പെനാൽറ്റി എടുക്കുക. പെനാൽറ്റികളിൽ എപ്പോഴും മികവ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ. നോർവേക്കെതിരെയുള്ള മത്സരത്തിന്റെ അവസാനത്തിൽ നെയ്മർ ഒരു പെനാൽറ്റി ഗോൾ നേടുകയും ചെയ്തിരുന്നു. ഏതായാലും നെയ്മറെ ഈ വേൾഡ് കപ്പിൽ കൃത്യമായ ഉപയോഗപ്പെടുത്താത്ത വിഷയത്തിൽ ആഞ്ചലോട്ടിയെ വലിയ വിമർശനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകനായ വാൻഡർലൈ ലക്സംബർഗോ. അതായത് നെയ്മറെ ഉപയോഗിക്കാൻ അറിയാത്ത, അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് കാർലോ ആഞ്ചലോട്ടി. കാർലോ ആഞ്ചലോട്ടി ഒരു ബ്രസീലിയൻ പരിശീലകനായിരുന്നുവെങ്കിൽ എപ്പോഴേ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുമായിരുന്നു എന്നൊക്കെയാണ് ലക്സംബർഗോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടിയെ ചവിട്ടി പുറത്താക്കണം. അദ്ദേഹം ബ്രസീലിയൻ പരിശീലകനായിരുന്നുവെങ്കിൽ എപ്പോഴേ അദ്ദേഹം പുറത്തായേനെ. എണ്ണിയാലൊടുങ്ങാത്ത മിസ്റ്റേക്കുകളാണ് അദ്ദേഹം വരുത്തിവെച്ചത്. നെയ്മറെ ഒരൊറ്റ മത്സരത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തി. നെയ്മറേക്കാൾ മികച്ച താരം ഇന്ന് ബ്രസീലിയൻ ദേശീയ ടീമിനകത്തില്ല. ഏതൊരു ദേശീയ ടീമാണെങ്കിലും നെയ്മറെ പരമാവധി ഉപയോഗപ്പെടുത്തും. എന്നാൽ ആഞ്ചലോട്ടി അതിന് തയ്യാറായില്ല. ഏത് ടീമാണെങ്കിലും ആ ടീമിലെ ഏറ്റവും വലിയ സ്റ്റാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കളി മെനയേണ്ടത്. ഇന്നത്തെ മത്സരത്തിൽ ഹാലൻഡിന് വേണ്ടി നോർവേ കളിച്ചത് കണ്ടില്ലേ? ഇവിടെ ബ്രസീൽ അതെല്ലാം വലിച്ചെറിഞ്ഞു. നോർവയെ പോലെയുള്ള ഒരു മോശം ടീമിനെതിരെ വളരെ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയത്. 90 മിനിറ്റും ബ്രസീൽ ഡിഫെൻഡ് ചെയ്ത് നിന്നിരിക്കുന്നു. ഇതിനു മുൻപ് ഇങ്ങനെയുള്ള ഒരു ബ്രസീലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രസീൽ നോർവേയെ പേടിച്ച് കളിച്ചു. വിചിത്രം തന്നെ. ഇതാണ് ലക്സംബർഗോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടിക്ക് തൊട്ടതെല്ലാം പിഴച്ചു എന്നാണ് ലക്സംബർഗോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഡിഫെൻഡ് ചെയ്ത് കളിക്കാനുള്ള ആ തീരുമാനം അത് പരാജയമായിരുന്നു എന്നാണ് ലക്സംബർഗോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് തുടരും എന്നുള്ളത് നേരത്തെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. 2030 വേൾഡ് കപ്പ് വരെ അദ്ദേഹം കോൺട്രാക്ട് പുതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രസീലിയൻ ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ ആഞ്ചലോട്ടി വരുത്തും. കൂടുതൽ യുവതാരങ്ങളെ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.